വീട്ടിൽ ഏത്തപ്പഴം ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റിൽ അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് ഒരുപാട് ഇത് ഇഷ്ടപ്പെടും. ഏത്തയ്ക്ക കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടുകൂടി കഴിച്ചോളും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ 5 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി വലിയ ഏത്തപ്പഴമല്ല, മീഡിയം സൈസ് ഏത്തപ്പഴം എടുത്തിരിക്കുന്നത് കേട്ടോ. ഒത്തിരി പഴുത്ത് കെട്ടുപോയ ഏത്തപ്പഴം എടുക്കരുത്. എന്നാൽ അത്യാവശ്യം നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കുക, എന്നാലേ അതിന് ടേസ്റ്റ് കാണത്തുള്ളേ. ഇതെല്ലാം നമുക്ക് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഒരു ബൗളിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഫോർക്ക് വെച്ചോ കൈ വെച്ചോ നല്ലതായിട്ട് ഈ ഏത്തപ്പഴത്തെ അങ്ങ് ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുത്തു കഴിഞ്ഞ് ഇതിലോട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നത് നല്ല ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയോട് ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. ഏലക്കപ്പൊടിയായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് 3-4 ഏലക്ക ഇട്ട് പൊടിച്ചെടുത്താൽ മതിയേ. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരുകിയതും അതുപോലെ 2 ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തോടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങക്കൊത്തിൻ്റെ ഇടയ്ക്ക് കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്, അതുകൊണ്ട് അത് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിലാണ് മാവ് കിട്ടേണ്ടത്. നമ്മളിങ്ങനെ കോരി ഇടുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീഴണം, ഇങ്ങനെ ലൂസായിട്ട് ഒലിച്ച് വീഴരുത്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി നമുക്ക് സാധാരണ പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുകയാണ് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാൻ ഇവിടെ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഓരോ സ്പൂണ് ഇതിലോട്ട് കോരി ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ സ്പൂണിൽ കോരി ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് സ്പൂൺ പഴംപൊരി എന്നതിന് പേര് വന്നിരിക്കുന്നത്. ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക. തീ മീഡിയത്തിലിട്ട് തിരിച്ച് മറിച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്തിന് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഏത്തപ്പഴം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന അടിപൊളി ഒരു സ്നാക്കാണിത്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും ചെയ്യുക കേട്ടോ.